ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ എടുക്ക് ചെയ്യുമ്പോൾ പോകുന്നുള്ളത് ഇപ്പോൾ നമ്മൾ നെല്ലിക്കുന്ന് കടപ്പുറം സൈഡാണ് പോകുന്നുള്ളത്. അവിടെ എൻ്റെ ഫ്രണ്ട് ഗൾഫിലേക്ക് പോകുന്നുണ്ട് നാളെ. ഓർക്ക് ബീഫ് വേണമെന്ന് പറഞ്ഞു. സാധാരണ കാസർഗോഡ് എല്ലാവരും നമ്മളെ കൊല്ലിയാക്കാണ് പോകല്. ഇന്നൊരു വെറൈറ്റി ആക്കാൻ വെറൈറ്റി ആക്കാനാ അല്ലെങ്കിൽ കൊല്ലിയ ക്ലോസാ അതിന്റെ നമ്പർ അറിയില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ കിട്ടുന്ന ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നതാണുള്ളത്. അപ്പോ അങ്ങോട്ട് പോവാം. ബീഫും പള്ളിക്കറി അങ്ങനത്തതല്ല, പള്ളിക്കറി വെങ്ങാറ്റാണ്. ഓക്കെ. അപ്പോ അയ്യോ ഒരു മിനിറ്റ്. അപ്പോ നമ്മളിപ്പോ ഏകദേശം ഇത് മൂന്നാമത്തെ ഡേ 3 ആണ്. അതും നമ്മ ഇത് കാറിൽ ഇത് ഓരോരുത്തരും ക്ലൗഡ് കിച്ചൺ അല്ലെങ്കിൽ ഇത് മറ്റേ മോംസ്. സോ നമ്മളിപ്പോ നെല്ലിക്കുന്നിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പണിയുണ്ടാച്ചി ഇത് കഴിഞ്ഞിട്ട് കൊറേ പണിയുണ്ട്. ഞാനൊക്കെ കാണിക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. കൊറേ പണിയുണ്ട് ഇറങ്ങിയത് മാത്രം ഇപ്പൊ ഞങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്ത് ഉണ്ടാക്കും ഇപ്പൊ ഓർമ്മ കിട്ടാതെ ഓർമ്മിച്ചെടുക്കലാണ്, എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ വെച്ചോ. കീപ് വാച്ചിങ്. കാറിനുള്ള എന്തോ 2-3 ഐറ്റംസ് എല്ലാം മേങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓനെല്ലാം ചെക്കാക്കുന്നുണ്ട്. എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് കാറിന് വേണ്ട എല്ലാ ഐറ്റമും അവനെല്ലാം ഓരോന്നോരോന്നായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കഥ ഇല്ലാത്തതുകൊണ്ടില്ല. ഞങ്ങൾക്ക് ഭ്രാന്ത് പൊടിച്ച് ഇനി കാർ ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്കൂട്ടർ എടുക്കാൻ പോയിട്ട് ഇന്നലെ സർവീസിന് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ ഇന്ന് സ്കൂട്ടർ എടുത്ത് നമ്മൾ അങ്ങനെ സ്കൂട്ടർ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെ നോക്കിയാൽ ഞാനില്ലേ വീഡിയോ എടുക്കുന്നുണ്ട്, ഷെയർ ഒന്ന് അലേർട്ടായിട്ട് നിൽക്കുന്നു. എപ്പം ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല അല്ലിയിട്ട് അങ്ങനെ നമ്മൾ ഹെൽമെറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അത് ഇന്നെല്ലാവരും കൊടുത്ത് 2 ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് അതിലേക്ക് ഉള്ളിൽ വെക്കാൻ പറ്റി, ഒന്ന് പിന്നെ ആ ഡോർ എന്തോ ഒരു റാക്കിൽ ഒരാട് വെച്ച് അതിലേക്ക് നമ്പറെല്ലാം ഒട്ടിച്ചിട്ട് പേരെല്ലാം ഒട്ടിച്ചിട്ട് വെച്ച് എന്നിട്ട് ആടുന്ന് ഹെൽമെറ്റും സ്കൂട്ടറും എല്ലാം സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആടുന്ന് നേരെ പിന്നെ സ്കൂട്ടറിലായിരുന്നു കുറച്ച് അധികം റൈഡ്. ഷെയറിന് കവർ വാങ്ങാനുണ്ടായിന്, അങ്ങനെ കുറേ പണിയുണ്ടായിന്. അങ്ങനെ അതെല്ലാം സ്കൂട്ടറിൽ തന്നെ പോയിട്ടാകുമ്പോൾ നല്ല ബനാന്ന്. ഇത് ഇന്നലെ എന്ത് കഥ അറിഞ്ഞിട്ട് ഇന്ന് നല്ലോണം ബനായിപ്പോയി. അങ്ങനെ ഫസ്റ്റ് ഞാൻ ആടുന്ന് ഇറങ്ങിയപ്പാട് പെട്രോൾ അടിക്കാൻ പോയി. പെട്രോൾ അടിച്ചിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 ദിവസമായിട്ട് മെട്രോളജിസ്റ്റിന് കാണിക്കാൻ പോകുന്നത്. 2 ദിവസം കിട്ടിയിട്ടാണ് ഇന്ന് എങ്ങനെ കാണിക്കാൻ പോകുന്നിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കവർ മേങ്ങാൻ പോയ ഡെയിലിയില്ലേ അവിടെ ഒരു ടോയ്സിൻ്റെ കൂടെ കണ്ടിട്ട് ഷെസ്ലാൻ ഒരു JCB കൂടി വാങ്ങിയിട്ടുണ്ട്. ഒരേൽ കുഞ്ഞു കാർ കുറേ ഉണ്ട്, ഇങ്ങനത്തെ ടൈപ്പ് കളക്ഷൻ കുറച്ച് കുറവ്, അതും കൂടി വാങ്ങിയിട്ടായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇല്ലേ ഇതെല്ലാം ആവാനായില്ലേ. അപ്പോൾ ഡ്രസ്സിൻ്റെ എല്ലാം ഇത് ഒന്ന് മെഷറെല്ലാം എടുക്കാൻ പോകുന്നുണ്ട്. നമ്മളെ താലങ്ങാടിയിലുള്ള ആസ്മി സ്റ്റുഡിയോ എന്നാണ് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നുള്ളത്. അവിടെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട്. എനിക്ക് അടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു മെഷറെല്ലാം കൊടുക്കാൻ. ആ ഡോർക്കിൽ കാര്യമായ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ ഒരു ഡിസൈൻ ആക്കി തരും. നമുക്ക് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഒരു നല്ല മജ ആക്കി തരും. അത് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിലെല്ലാം പോയിട്ട് റിട്ടേൺ വരുമ്പോഴേക്കില്ലേ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറും സ്കൂട്ടറും ആയതുകൊണ്ട് സ്കൂട്ടർ ഞാൻ എടുത്തിട്ട് ബാക്കിൽ ഷെയർ വരുന്നുണ്ട് കാറിൽ. അത് കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ട് ആ ഷെയറിൻ്റെ പൊരുക്ക് കൂടി പോകാനുണ്ടായിന്. ഷെയറിൻ്റെ ഉമ്മാക്ക് പൊരുക്ക് ഇൻവെക്ടർ മെങ്ങിയിട്ടുണ്ടായിന്. ഇത് അവിടെ ഉണ്ടായിട്ട് അപ്പോൾ ഇൻവെക്ടർ വാങ്ങിയിട്ട് ഉണ്ടായിന്. അങ്ങനെ ഉമ്മാക്ക് കാണിക്കുന്നുണ്ട് കൊണ്ടുവന്നിട്ട്. പിന്നെ ഫേസ് അങ്ങനെ ഞാൻ കാണിക്കാത്തതുകൊണ്ട് ഈ ഒരു വീഡിയോ എടുത്തത് മാത്രം. ഷെസ്ലാനെ ഞാൻ ആഡാക്കിയിട്ടാണ് എല്ലായിടത്തും പോയിട്ടുണ്ടായിരുന്നത്. ഷെസ്ലാനും അതൊരു കൗതുകമായി നമ്മൾ വന്നതും കണ്ടതല്ലോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ വിശേഷം. അങ്ങനെയില്ല ബൈലോട്ട് പൊരുക്ക് വന്നിട്ട് നോക്കുമ്പോൾ കിച്ചണിൽ അങ്ങനെ എന്ത് വലിയൊന്നും നടക്കുന്നില്ല. ഇന്നലെ ഫ്രോസൺ ആക്കി വെച്ചതെല്ലാം ഇന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ട് അത്യാവശ്യം മോശമില്ലാത്തൊരു സൂപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു റോളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബനാന റോൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലെ ലാസ്റ്റ് പരിപാടിക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആൻസർ 5 ടൈംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ID കൊടുക്കുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്.
വിത്ത് സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാല് മെസ്സേജ് അയക്കണം ബീങ്സന. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്തില്ലെങ്കിൽ ഷസ്ലാൻ നമ്മൾ ഇന്നൊരു ടോയ് മെയ്യിന് അതെന്ത് ടോയ്ന്ന് ഒന്ന് കമൻ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വിന്നറിനെ ഞാൻ സെലക്ട് ആക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 2-3 വിന്നേഴ്സിനൊന്നും ആക്കുന്നില്ല, ഒറ്റൊരു വിന്നറിനെ സെലക്ട് ആക്കാനാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പോൾ എപ്പോൾ 9 to 9:30 ഉള്ളിൽ വീഡിയോ വരുന്നതായിരിക്കും. അങ്ങനെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് അയിലയിൽ തല തിരിഞ്ഞ് നേരത്തെ ഇടേണ്ടത് ഇപ്പോൾ ഇടേണ്ടത് നേരത്തെ ഇട്ടായി. അങ്ങനെ റിട്ടേൺ ഷെയിൻ്റെ വരുമ്പോൾക്ക് ഷസാമിനെ ഷസാമിനെ നോക്കുന്നുണ്ട്. ഇത്ര സമയം ഇടന്നാക്കിയിട്ട് പോയില്ലിട്ട് സെഞ്ചിലു എന്താ ഫസ്റ്റിനായിരുന്നോ നോമ്പറക്കാൻ അസ്നയിരുന്നിട്ടുണ്ട്. ഇരുന്നോന്ന് നാൽക്കടക്കാന്നില്ല ഈ നാൽക്കടന്നേര് പെട്ടെന്ന്. അപ്പൊ ഈ നോമ്പ് തുറക്കാൻ ഏതാനും നിമിഷം മാത്രം. അപ്പൊ ഇല്ലേ ക്ഷീണ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എത്തിയിട്ടുണ്ട് അവിടെ തുടങ്ങി ലൈറ്റിന്റെ കുറവുണ്ട്. സെറ്റ് ഓക്കെ. ഇപ്പൊ പാഞ്ഞു എന്റെ വ്ളോഗ് തുറക്കുമ്പോ പാഞ്ഞു. ഇനി ആകെ അത്ര തന്നെ ടൈമുള്ളത്. എത്ര മണിയായിന്? ഒരു 5 മിനിറ്റ് ഏറിപ്പോയെങ്കിൽ ഒരു 6 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കീപ്പ് വാച്ചിങ്. എന്തിന്റെ ഷെയർ കടാക്കളാ കയ്യിലെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി തിന്നോ? നോമ്പ് പോയി ഓൾറെഡി. അങ്ങനെ ആക്കിയെങ്കിലേ നോമ്പ് പോയി. ഞാൻ എന്താക്കിയ കപ്പ നോമ്പ് ചെന്നല്ലോ. ഞാൻ എന്താക്കുമ്പോക്കില്ല നോമ്പ് മുറിയല്ല എന്നെ. തിന്നോ? ഇനി നേരെ കുടിച്ചോ? അങ്ങനെ ചെല്ലിട്ടാ എല്ലാം ഇങ്ങനാക്കിയത് കഴിഞ്ഞു. അത് നേരെ കേക്കണം. മൈക്ക് ഇല്ലാത്തോണ്ട് എന്റെ തന്നെ ബൈക്ക് അതെല്ലാം സെയിം ഫീലിങ്സ് എല്ലാം സെയിം തന്നെ. മറ്റേ ഉണ്ടല്ലോ അത് മധുരോ. ഷെയറ കുറച്ച് സമയം കാത്തേക്ക് നോമ്പ് തോർത്തിട്ട് തോന്നുന്ന ഷെയറിന് ഭയങ്കര തിരക്കായി. അത് സൂപ്പ് റമളാനിന്റെ ഭാഗമായിട്ടാണ് ഷെയറേ ഇതൊക്കെ ഇങ്ങനെ. ഇത് മാത്രം പുറത്തുനിന്ന് വാങ്ങിയത്, ബാക്കിയെല്ലാം മോമേഡ്. എന്തായി എന്തിനാ നോമ്പ് തുറന്നിട്ടായി പോവാന്? ഇപ്പൊ വാങ്ങിക്കൊടുക്കോ? അല്ല, ഞമ്മ ഒരു സാധനം മേങ്ങിന് അത് ഇടല്ലോ വേണ്ടത്. ഷെയ് വാങ്ങടുത്ത് ഷെയ് എന്തത് ഇന്ന് ഞാൻ മോഞ്ചി പുതിയ സാധനം മേങ്ങി ഓർമ്മയുണ്ടോ? JCB. ഞാൻ അതെടുക്കാൻ പോയിരുന്നല്ലോ. അപ്പൊ ഇരുന്നു ഷെയറ അസ്ന പറഞ്ഞു. അസ്ന ഭയങ്കര നാണിക്കെടുന്നു നോമ്പ് ഓർക്കാൻ ഇരുന്നിട്ടാകുമ്പോ. എന്തിനാ അങ്ങനെ നാണിക്കടാക്കുന്ന? പാങ്ങ തിന്നണ്ട. ഇപ്പൊ 2 അവിടെ തല്ലാവും. ഷെയറിന് എന്തെങ്കിലും ഒന്ന് പറയാണ്ട. അപ്പൊ 2 എന്റെ കാത്തു നിന്നിട്ടുണ്ട്. എങ്ങനെ ക്ഷീണിച്ച് ഞാൻ കുറച്ചധികം ക്ഷീണിച്ചു പോയി. ഞാൻ പറ്റുന്നില്ല ക്ഷീണിച്ചു. വീഡിയോ എടുക്കും.
വീഡിയോ കാണുമ്പോ എന്റെ പാഞ്ഞിറന്ന ആൾക്കാർ മതി ഷെയർ എത്ര ഓട്ടോ നീത്തപ്പായ റെഡിയാക്കി വെക്കുന്ന നീ ബാങ്ക് കൊടുക്കുമ്പോ വെക്ക് ഹൈറ്റ് ഷെയർ ആ തുറന്നു നമ്പർ ഇത്ര സമയത്ത് എനിക്കുണ്ടായിന് ബാങ്ക് കൊടുത്ത് നമുക്കൊരു ഈത്തപ്പായം ഈത്തപ്പായം ആ ഈ കാരൊക്കെ വേണ്ട നമുക്ക് അപ്പൊ ഈത്തപ്പായം അസ്ന എടുത്തിട്ട് കഴിക്കസ്ന നമുക്കിടാക്കണ്ട ശരി ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് ഇത് സംഭവം ചിക്കൻ ഉണ്ടല്ലോ ഉപ്പ എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് ഉപ്പാക്ക് വീഡിയോ ഉണ്ടാക്കുമ്പോ ഉമ്മ കുറച്ചിലേക്ക് ജ്യൂസ് വെച്ചു ഇതിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് കുറവുണ്ട് സോസ് ടൊമാറ്റോ കേച്ചപ്പ് അസ്നാൻ സുഡ്ജി നിങ്ങളതൊന്ന് നനക്കാം എന്ത്